ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ ഒരു സംഭവം കണ്ടോ? ഇത് ഞാൻ കത്തിരിക്ക വെച്ചിട്ട് നമ്മുടെ മീൻ പീര പറ്റിച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ആ മീൻ പീര പറ്റിക്കുന്ന ആ ഒരു മണത്തിലൊക്കെയാണ് കേട്ടോ ഇത് കിട്ടുന്നത്. ഇത് ചോറിൻ്റെ കൂടെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ, വേറെ ഒരു കറികളും നമുക്ക് ആവശ്യമില്ല. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു വലിയ പീസ് തന്നെ ഒരു കത്തിരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പം ചെറുതാണെങ്കിൽ ഒരു 2 ഒക്കെ എടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. അതാണ്ട് ഇതുപോലെ അത്യാവശ്യം കനം കൂട്ടി തന്നെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഒരു സൈസ് കനത്തിലാണ് ഞാനൊന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കുറേ നേരം മുന്നേ അരിയുവാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ നിറമൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പം ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് മസാല ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, അതായത് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ ഇത് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പം ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കയ്യിൽ തൊട്ടിട്ട് ഒന്ന് താളിച്ചു കൊടുത്താൽ മതി. അപ്പം മിക്സ് ആക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കയ്യിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഇങ്ങനെ മുകളിലോട്ടൊന്ന് താളിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാണ്ടെ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നേരെ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കത്തിരിക്ക കഷ്ണങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ചേ ഉള്ളെങ്കിൽ നിരത്തി വെക്കാവുന്നതേ ഉള്ളൂ. ഇത് അല്പം കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനൊന്ന് ഒന്ന് മിക്സാക്കി ഒന്ന് അമുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് വെച്ചാലും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ ദാണ്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ബൗളിലോട്ട് 2 ചെറിയ കഷ്ണം കുടംപുളി എടുത്ത് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് അവിടെ ഇരുന്നൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഈ ഒരു സമയം തന്നെ വെള്ളവും കൂടെ ചേർത്ത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനൊരു മിക്സിയുടെ ജാറ് ഞാനൊന്ന് അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം തേങ്ങ നമുക്കിതിന് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്കൊരു 3, 4 അല്ലി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ. അതും എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്ത് കൊണ്ടുവരാം. ചതച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചതച്ച് അതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ കത്തിരിക്കയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ 1, 2 വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ കത്തിരിക്കയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് കത്തിരിക്ക വേണ്ടുന്നതെങ്കിൽ ഇത്രയും അങ്ങ് വേവിച്ചെടുക്കണ്ട. എനിക്ക് കുറച്ച് കുഴഞ്ഞ് കിടക്കുന്ന പാകമാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വേവിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് കുറച്ചധികം അരപ്പ് ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതാണ് ഞാൻ കുറച്ച് അധികം തേങ്ങ എടുത്തത്. അപ്പം ഇനി ഇതിൽ തേങ്ങയെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം.
ഇപ്പോൾ ഇതാണ് കണ്ടോ, ഞാൻ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ആ കത്രികയൊക്കെ നല്ലപോലെ അങ്ങ് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു സമയം നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കൊടംപുളി അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുളംപുളി എന്ന് പറഞ്ഞ് നാളെ എല്ലാവരും കൂടെ കമന്റ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കുടംപുളിയൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മീൻ പീര വറ്റിക്കുന്ന ഒരു മണം ഇങ്ങോട്ട് വന്ന് തുടങ്ങും. പക്ഷെ ടേസ്റ്റ് അതിൻ്റെതൊന്നും അല്ല, മണമൊക്കെ അതിൻ്റെ പോലെയാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാണ്ടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ ഇത് നമുക്ക് നമ്മുടെ അടിപൊളി ഒരു കത്തിരിക്ക പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ദാണ്ടെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ആക്കാം, ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ചോറിൻ്റെ കൂടെ സത്യം പറയാലോ ഇതുണ്ടെങ്കിൽ എനിക്ക് വേറെ കറികളൊന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. അതുപോലെ നമുക്കിത് ചപ്പാത്തീൻ്റെ കൂടെയും കഴിക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലൊരു മീൻ പീര വറ്റിച്ചേ, മീനില്ലാത്ത സമയത്ത് കത്തിരിക്കയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ആണ്. എന്തായാലും എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ, എന്തായാലും പറയണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇതിൻ്റെ ചൂടോടെ നല്ല ചൂട് ചോറിനോടെ വെച്ച് അങ്ങോട്ട് കഴിച്ചാലോ. അപ്പം നമുക്കിത് കഴിക്കാൻ വായോ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.